നമസ്കാരം. മിക്ക ആസ്മ പേഷ്യൻസും ചോദിക്കുന്ന ഒരു പ്രധാന ഡൗട്ടാണ്, എൻ്റെ ആസ്മയ്ക്ക് വേണ്ടി ഇൻഹേലർ ആണോ ഗുളികയാണോ ഏതാണ് നല്ലത്? മിക്ക പേഷ്യൻസും ഇൻഹേലർ മാറ്റി വെച്ചിട്ട് അവർ ഗുളിക കഴിക്കാൻ തോന്നും. കാരണം ഇൻഹേലർ എടുത്താൽ അതൊരു അഡിക്ഷൻ ആവും. അങ്ങനെ ഒരു മിഥ്യാധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് തെറ്റാണ്. ആസ്മയ്ക്ക് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ഇൻഹേലർ ആണ്. കാരണം നമ്മൾ കണ്ണിനൊരു പ്രോബ്ലം ഉണ്ടായാൽ ഐ ഡ്രോപ്സ് ആണ് ഒറ്റിക്കുക, അല്ലാതെ ഗുളിക കഴിക്കാറില്ല ചെയ്യുക. എവിടെയാണോ അസുഖം ഉള്ളത് അവിടെ കറക്റ്റ് മെഡിസിൻ എത്തുകയും ബാക്കിയുള്ള ബോഡിയിൽ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് വരാതിരിക്കാനുമാണ് ഇൻഹേലറിനെ ആ രൂപത്തിലാക്കിയിരിക്കുന്നത്. കൂടാതെ ഇൻഹേലറിലുള്ള മെഡിസിൻസ് വളരെ ചെറിയ ഡോസാണ്. ഗുളികകൾ മില്ലിഗ്രാമിലാണെങ്കിൽ ഇൻഹേലർ മൈക്രോഗ്രാമിലാണ്. അതുപോലെ എടുക്കുന്ന രീതി വളരെ കറക്റ്റായി ചെയ്തു കഴിഞ്ഞാൽ ലങ്സിൻ്റെ എല്ലാ ഭാഗത്തും അത് സ്പ്രെഡ് ആവുകയും ലങ്സിൽ ഒരു പെട്ടെന്നുള്ള റിസൾട്ട് തരുകയും ചെയ്യും. അതേസമയം ഗുളികകൾ നമ്മൾ മില്ലിഗ്രാം ഇൻഹേലറിനേക്കാളും 1000 മടങ്ങ് ഹൈ ഡോസിൽ കഴിക്കണം, വയറിലെത്തണം, ഡൈജസ്റ്റ് ചെയ്യണം, ബോഡിയിലേക്ക് അത് അബ്സോർബ് ചെയ്ത് എല്ലാ അവയവങ്ങളിലും സർക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ലങ്സിലെത്തുക. ക്രോണിക്കലി എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഗുളികയാണെങ്കിലും ഇൻഫാക്ട് ഇൻഹേലർ ആണ് എപ്പോഴും ആസ്മയ്ക്ക് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അത് സേഫായിട്ട് കറക്റ്റ് ഡോസിൽ പൾമണോളജിസ്റ്റിനെ കണ്ട് എടുത്തു കഴിഞ്ഞാൽ ആസ്മയെ നമുക്ക് കൺട്രോൾ ചെയ്യാം. താങ്ക് യു.